ന്യൂസിലാൻഡിനോട് സ്വന്തം മണ്ണിൽ തോറ്റതിന് പിന്നാലെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 3-1 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തകർന്നതോടെ മുൾമുനയിലായത് പരിശീലകൻ ഗൗതം ഗംഭീറാണ്. കഴിഞ്ഞ ജൂണിൽ രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ ശേഷം തോൽവികൾ വാങ്ങുന്നത് മാത്രമല്ല, ടീമിനുള്ളിലെ അന്തചിത്രങ്ങൾ പുറത്തുവരുന്നതിലും കോച്ച് എന്ന നിലയിലെ ഗംഭീറിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്നതാണ്. ഹർഭജൻ സിംഗിനൊപ്പം ഒരു കാലത്ത് ഗംഭീറിനൊപ്പം കളിച്ചവർ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. പരമ്പരയ്ക്കിടെ സീനിയർ താരം വിരമിച്ചതും നായകനെ തന്നെ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നതും ഗംഭീർ എന്ന കോച്ചിന്റെ കഴിവുകേടായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 2020 ലോകകപ്പ് നേടിക്കൊടുത്ത ശേഷം ദ്രാവിഡ് വിരമിച്ചപ്പോൾ ഗംഭീറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL ചാമ്പ്യന്മാരാക്കിയ കോച്ച് എന്ന നിലയിലാണ്. തന്റെ സഹപരിശീലകരായി നൈറ്റ് റൈഡേഴ്സിൽ ഒപ്പമുണ്ടായിരുന്ന അഭിഷേക് നായരെയും മോണി മോർക്കലിനെയും വേണമെന്ന നിർബന്ധവും BCCI അംഗീകരിച്ചു. ബൗളിംഗ് കോച്ചായി സഹീർ ഖാനെ കൊണ്ടുവരാനുള്ള സെലക്ഷനിൽ കമ്മിറ്റിയുടെ തീരുമാനം മാറ്റിയാണ് മോർക്കൽ എത്തിയത്. ഗംഭീർ ആവശ്യപ്പെട്ട ശമ്പളവും നൽകി. എന്നാൽ ശ്രീലങ്കയ്ക്കെതിരെ 27 വർഷത്തിനു ശേഷം ഒരു ഏകദിന പരമ്പരയിൽ തോറ്റത് തുടക്കത്തിലേ നിരാശ പകർന്നു. നവംബറിൽ ന്യൂസിലൻഡിനെതിരെ സ്വന്തം നാട്ടിൽ 3 ടെസ്റ്റുകളിൽ തുടർച്ചയായി തോറ്റത് ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ പതിറ്റാണ്ടിലേറെയായി ടെസ്റ്റ് ക്രിക്കറ്റിൽ പുലർത്തിയ ആധിപത്യമാണ് കിവീസുകാർ തകർത്ത് കളഞ്ഞത്. ആദ്യമായാണ് കിവീസ് ഇന്ത്യൻ മണ്ണിൽ പരമ്പര നേടിയത്. 2009-ൽ കളിക്കാരനായി ന്യൂസിലാൻഡിൽ ചെന്ന് അടിച്ചു തകർത്ത് പരമ്പര നേടിയിട്ടുള്ള ഗംഭീറിനോട് കാലങ്ങളായുള്ള പകയാണ് കിവീസുകാർ തീർത്തത്. അതിന് പിന്നാലെയാണ് ഓസീസ് പര്യടനത്തിലെ നാണക്കേട്. കഴിഞ്ഞ 2 ഓസീസ് പര്യടനങ്ങളിലും പരമ്പര നേടിയിരുന്നത് ഇന്ത്യയാണ്. ഇക്കുറി അതും തകർന്നു. 10 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയും തിരിച്ചുപിടിച്ചു. ഫോമിലല്ലാതെ രോഹിത് ശർമ്മയെ പൊസിഷൻ മാറ്റി പരീക്ഷിച്ച് പരാജയപ്പെട്ടതും ഒടുവിൽ പ്ലേയിങ് 11-ൽ നിന്നും തന്നെ മാറ്റിയതും കോച്ച് എന്ന നിലയിൽ ഗംഭീറിന് വലിയ വെല്ലുവിളിയായിരുന്നു. ബുദ്ധിമാനായ അശ്വിൻ ടീമിന്റെ പോക്ക് മുൻകൂട്ടി കണ്ടാണ് വിരമിച്ചതെന്നും പറയുന്നുണ്ട്. ടീമിലെ സീനിയേഴ്സിന്റെ സ്വാധീനം മറികടക്കാൻ ഗംഭീറിന് കഴിയാത്തതാണോ, സീനിയേഴ്സിനെ കൂടുതലായി വിശ്വാസത്തിൽ എടുക്കാത്തതാണോ ഗംഭീറിന്റെ പ്രശ്നമെന്ന് ഇനിയും വ്യക്തമാകാനുണ്ട്. എന്നാൽ ടീമിനുള്ളിലെ സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ല എന്നത് വ്യക്തമാണ്. പൂജാരയെയും ഷമിയെയും ഓസ്ട്രേലിയയിൽ എത്തിക്കാനുള്ള ഗംഭീറിന്റെ ശ്രമങ്ങൾ സെലക്ടർമാരിൽ നിന്നും വേണ്ട പിന്തുണ കിട്ടിയില്ലെന്നതാണ് ശരിയെങ്കിൽ സെലക്ടർമാരുമായുള്ള ബന്ധവും അത്ര ഊഷ്മളമായിരിക്കില്ല. ഏതായാലും അടുത്ത മാസം തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫി വരെ ഗംഭീറിന്റെ കോച്ച് സ്ഥാനം തെറിക്കാനിടയില്ല. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി നേടാനായില്ലെങ്കിൽ ഗംഭീറിന് മറ്റൊരു ജോലി അന്വേഷിക്കേണ്ടി വരും.